ഹലോ ഡിയേഴ്സ്, വിറ്റോപ്പിയൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രെയിലർ റിയാക്ഷനാണ്. തുടരും. എല്ലാവരും എംപുരാനെ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഞാനും ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെ രാവിലത്തെ ഒരു ഫാൻ ഷോയ്ക്ക് തന്നെ. എംപുരാൻ എന്തായാലും ഒരു ഫെസ്റ്റാണ്, ഒരു തിയേറ്റർ ഫെസ്റ്റിവൽ തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫാൻ ഷോ അല്ലെങ്കിൽ ഇതേപോലെ ഇച്ചിരി ബഹളമൊക്കെ ഉള്ള ഷോയ്ക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ത്രില്ലുള്ളത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന രജപുത്രയുടെ തുടരും, മോഹൻലാൽ ആൻഡ് ശോഭന, ദ എവർഗ്രീൻ കോംബോ. അപ്പോൾ സ്ട്രെയിറ്റ് അവേ നമുക്ക് തുടരും ട്രെയിലറിലേക്ക് പോകാം. ഇതിൻ്റെ ട്രെയിലർ 1 minute 58 seconds, ഓൾമോസ്റ്റ് 2 minute ഉണ്ട്. ഇതിൻ്റെ തമ്മിൽ കാണാൻ നല്ല രസമുണ്ട്, വളരെ സിമ്പിളായിട്ടുണ്ട്. നമ്മുടെ മോഹൻലാലും ശോഭനയുടെ പണ്ടത്തെ നമ്മുടെ നാടോടിക്കാറ്റ് സമയത്തെയൊക്കെ ഉള്ള ഒരു രൂപം പോലുള്ള ആ പഴയ കാലത്തെ സ്റ്റുഡിയോയിലൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കത്തില്ലേ, അതേപോലത്തെ ഒരു ഫോട്ടോ. നമ്മുടെ ഇങ്ങനെ സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മല അല്ലെങ്കിൽ ഇതുപോലെയുള്ള പുഴ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു സീനറി ഒക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും പണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അതേപോലത്തെ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന പോലുള്ള ഒരു തംബ്നെയിൽ നൈസായിട്ടുണ്ട്. സിനിമയുടെ ഒരു ടോൺ അല്ലെങ്കിൽ ഒരു ഫീൽ, അതിൻ്റെ ഒരു അവതരിപ്പിക്കുന്ന രീതിയൊക്കെ ഈ ഒരു തംബ്നെയിലിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ട്രെയിലറിലേക്ക് പോകാം. സാറുണ്ട്, നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും കുളിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തും നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത നായകനാണ് നമ്മുടെ. സിമ്പിളായിട്ട് മോഹൻലാലിന് ശോഭനയൊക്കെ എഴുതി കാണിക്കുന്ന തന്നെ പഴയ റെഫറൻസ് ഒക്കെ ഉണ്ട്. കുറ്റിയർ ക്ലാസ്സസ് ചെയ്യട്ടോ, ഓ പഴയ ചാട്ടം. താടി ഒരു ചർച്ചാ വിഷയമായിരുന്നല്ലോ. തരുൺ മൂർത്തിയുടെ സ്വന്തം എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാർ, എന്റെ കാറ് കിട്ടൂല. അതൊരു ട്വിസ്റ്റാണ്. ആ ഒരു ടോൺ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയൊക്കെ ട്രെയിലർ നൈസായിട്ടുണ്ട്, നല്ല പ്രതീക്ഷ തരുന്ന ട്രെയിലറാണ്. ആകെ മൊത്തം ഈ പണ്ട് തൊട്ട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, പഴയ ലാലേട്ടൻ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു ക്ലീശയാണ്. നമുക്കിപ്പം 30 വയസ്സ് 35 വയസ്സിനുള്ള ലാലേട്ടനെ പുള്ളിയുടെ 65-ാമത്തെ വയസ്സിൽ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആ ഒരു ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പുള്ളി ഇങ്ങനെ എടുത്ത് ചാടുന്ന ഒരു ഇതാണെങ്കിലും, ഗുഡ് യുവർ ക്ലാസ്സസ് എന്നൊക്കെ പറയുന്ന 1-2 റെഫറൻസൊക്കെ പഴയ രീതിയിലൊക്കെ വരുന്നുണ്ട്. പുള്ളി ഇങ്ങനെ വളരെ നൈസായിട്ട്, വളരെ ഒരു സാധാരണക്കാരൻ്റെ രീതിയിൽ നിന്ന് സംസാരിക്കുന്നത് തന്നെ കാണാനായിട്ട്, അങ്ങനെയുള്ള കഥാപാത്രം ചെയ്യുന്നത് കാണാനായിട്ട് തന്നെ കാലങ്ങളായിട്ട് കൊതിച്ചിരിക്കുക ഒരുപാട് പേര്. ഞാനും അത്തരത്തിൽ നമ്മൾ കൊതിച്ചിരുന്ന രീതിയിലുള്ള ഒരു സാധാരണക്കാരനായിട്ട്, അതായത് മണ്ണിൽ ചവിട്ടി നിന്നുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇതെന്ന് തോന്നുന്നു. പിന്നെ ഈ ട്രെയിലർ കാണുമ്പം ഇതിനകത്തിലെ ഒരു സെൻട്രൽ ക്യാരക്ടർ പോലെ തന്നെ വരുന്ന ഇതിനകത്തിലെ ആ കാറാണെന്ന് തോന്നുന്നു. അപ്പോൾ കാറിനെ ചുറ്റിപ്പറ്റിയിട്ട് എന്തൊക്കെ പരിപാടികൾ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു പകുതി അല്ലെങ്കിൽ അവസാനത്തോട് നടന്നപ്പോഴത്തേക്ക് ട്രെയിലറിൻ്റെ സ്വഭാവം മൊത്തത്തിലൊന്ന് മാറുന്നുണ്ട്. അവിടെ ലാലേട്ടൻ്റെ ആ ഒരു ക്ലോസപ്പ് ഒരു ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ നമ്മളുടെ ഒരു പഴയ സതയം ആ ഒരു ഫീലൊക്കെ തോന്നി. എന്തോ എവിടെയോ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഈ സിനിമയുടെ പോക്കിനെ മൊത്തത്തിൽ മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ഇതിനകത്തുണ്ട് എന്ന് തന്നെ തോന്നുന്നു. മേ ബി പുള്ളിയുടെ ആ ഒരു മുഖമൊക്കെ കണ്ടിട്ട് ഒരു സൈക്കിക് ഒരു ലെവലിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷനൊക്കെയാണ് കിടക്കുന്നത്. എന്തായാലും
ആ, മുഖത്തെ മസിലൊക്കെ നല്ല രീതിയിൽ അനങ്ങുന്നുണ്ട്. പുള്ളിയുടെ ആ പഴയ ആ ഒരു ചാം അല്ലെങ്കിൽ ആ പഴയ പ്രകടനങ്ങളെല്ലാം തന്നെ തിരിച്ചെത്തുന്നുണ്ട്. പിന്നെ ശോഭന, അവർ രണ്ടുപേരും കൂടെ വന്ന് നിന്നാൽ തന്നെ മലയാളികൾക്ക് നൊസ്റ്റാൾജിയയുടെ ഒരു പെരുമഴ തന്നെയാണ്. അത് ഇതിനകത്തിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആകും എന്ന് തോന്നുന്ന ഒരു കെമിസ്ട്രി, ആ ഒരു ബോണ്ടും ഒക്കെ നമ്മളിലേക്ക് എത്താനായിട്ട് സിനിമയിലൂടെ. അപ്പോൾ ഈ പുള്ളിക്കാരി പറയുന്ന ഒരു തമിഴ് ഡയലോഗാണ്, എന്താ ആൾക്ക് കാറ് കിട്ടിയാൽ കിളി പോകും എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തോ ഒരു തമിഴ് കണക്ഷനും ആ ഒരു ഫാമിലിക്കകത്തുണ്ടെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. പിന്നെ കിളി പോകും, പിന്നെ അവസാനത്തെ പുള്ളിയുടെ ആ ഒരു എക്സ്പ്രഷൻ, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയോ കിളി അത്യാവശ്യം പോകുന്ന തരത്തിലൊരു സാഹചര്യം വന്നാൽ അങ്ങനെ പോകുന്ന ഒരാളാണ് എന്നാണ് തോന്നുന്നത്. ഒരു പക്ഷേ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ പരിപാടികളെല്ലാം ചേർന്ന് അങ്ങേരെ കൊണ്ടൊരു ധർമ്മസങ്കടത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷനിൽ കൊണ്ട് നിർത്തുന്നു. ഇയാൾ അത്ര പാവമല്ല, നമ്മുടെ ജോർജ് കുട്ടിയെ പോലെ മറ്റൊരു കുട്ടിയാണ് ഇതെന്ന് തോന്നുന്നു. എന്തായാലും വളരെ പ്രതീക്ഷ തരുന്ന ഒരു സിനിമയാണ്. മോഹൻലാൽ ഇതേപോലെയുള്ള ഒരു ഇപ്പോഴത്തെ ഒരു മോഡേൺ ഇറയിലെ പുതിയ സംവിധായകരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ വലിയൊരു പ്രതീക്ഷയാണ്. തരുൺ മൂർത്തി ഓൾറെഡി തെളിയിച്ച ഒരു പ്രൂവ് ചെയ്ത ഒരു ഡയറക്ടർ തന്നെയാണ്. രണ്ട് സിനിമകൾ ചെയ്തിട്ടുള്ള ആ 2 സിനിമകളും അത്ര കണ്ട് ആ ഒരു തലത്തിൽ ഗംഭീരമായിട്ട് നിന്ന 2 സിനിമകളാണ്. ഓപ്പറേഷൻ ജാവയായാലും സൗദി വെള്ളയ്ക്കായാലും ഇതിനകത്തൊന്നും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഇല്ല എന്ന് കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ ഡയറക്ഷൻ പെർസ്പെക്റ്റീവിൽ പുള്ളി കിടിലൻ തന്നെയാണ്. അപ്പോൾ പുള്ളിയുടെ കയ്യിലേക്ക് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ലെജൻഡിനെ കിട്ടുമ്പോഴത്തേക്ക് അധികം ഈ ഫാൻസിന് വേണ്ടിയിട്ട് വെള്ളം ചേർക്കാതെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗംഭീര സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നാളെ എമ്പുരാൻ റിലീസാണ്. എമ്പുരാൻ ഒരു വലിയ സക്സസ് ആകും, മുടക്കിയ മുതൽ മുഴുവൻ തിരിച്ച് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വിജയഗാഥ തുടരും എന്ന് തന്നെയാണ് തോന്നുന്നത്, തുടരുമെൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ. താങ്ക് യു.